ഹലോ എവരിവൺ. നമ്മുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ജൂനിയർ അസോസിയേറ്റ്സ് എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് SBI ക്ലർക്കിന്റെ പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ആണ് ഇപ്പൊ ഏറ്റവും റീസെന്റ് ആയിട്ട് ബാങ്ക് എക്സാംസ് പ്രിപ്പയർ ചെയ്യുന്നവർക്കുള്ളത്. അപ്പം ഈ ഒരു എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. എങ്കിലും ഞാൻ ചെറുതായിട്ട് ആ നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ പറയാം. ഞാൻ ഇന്നത്തെ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇതിന്റെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയാണ്. ഒരു 1 മന്ത് അല്ലെങ്കിൽ 1.5 മന്ത് കൊണ്ടൊന്നും നമുക്ക് SBI ക്ലർക്ക് കംപ്ലീറ്റ്ലി പ്രിപ്പയർ ചെയ്ത് പാസ്സാവാനൊന്നും പറ്റില്ല. പക്ഷേ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തവർക്ക് ഈ 1.5 മാസം അല്ലെങ്കിൽ ഈ ഒരു 1 മന്ത് നമുക്ക് എങ്ങനെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഫെബ്രുവരിയിൽ നമുക്ക് എക്സാം ഉണ്ട്, ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമുക്ക് എങ്ങനെ ഷെഡ്യൂൾ ചെയ്തെടുക്കാം, എത്ര അവേഴ്സ് പെർ ഡേ നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റും, ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിന് മുന്നേ ആയിട്ട് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ഒന്ന് പറഞ്ഞേക്കാം. നമ്മുടെ SBI ക്ലർക്കിന്റെ നോട്ടിഫിക്കേഷൻ, അതായത് റിക്രൂട്ട്മെന്റ് ഓഫ് ജൂനിയർ അസോസിയേറ്റ്സ് ആണ്. നല്ല സാലറി പാക്കേജ് ഒക്കെ ആയിട്ടാണ് റിക്രൂട്ട്മെന്റ് പ്രോസസ് വന്നേക്കുന്നത്. അതുപോലെ ഓൺലൈൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തത് 17-ാം തീയതി ആയിരുന്നു. ഡിസംബർ 17 മുതൽ ജനുവരി 7 വരെ മാത്രമാണ് നിങ്ങൾക്ക് ടൈം ഉള്ളത്. ലാസ്റ്റ് ടൈം ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തത് മാക്സിമം ഡിസംബറിൽ തന്നെ എല്ലാവരും അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ജനുവരി ആ ഒരു 7 ഡേയ്സിൽ സ്റ്റേറ്റ് ബാങ്കിന്റെ എക്സാം ആണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും അപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഇന്ത്യയിലുള്ള എല്ലാവരും അപ്ലൈ ചെയ്തതാണ്. സോ അതുകൊണ്ട് തന്നെ സൈറ്റ് ഹാങ് ഒക്കെ ആവാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഡിസംബറിൽ തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ എക്സാം ഫെബ്രുവരിയിൽ ആയിരിക്കും. അതായത് നമുക്ക് ഇനി ഒരു ജനുവരി ഒരു ഫുൾ മന്ത് ആയിട്ടുള്ളത് ജനുവരി മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അതുപോലെ അതിന്റെ മെയിൻസ് എക്സാമിനേഷൻ, പ്രിലിംസ് ആയിരിക്കും ഫെബ്രുവരിയിൽ, മെയിൻ എക്സാമിനേഷൻ വരുന്നത് മാർച്ച് ഏപ്രിൽ മന്തിലായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഇമ്പോർട്ടന്റ് ഡേറ്റ്സ് ഒന്ന് ഓർക്കുക. നമുക്ക് നോട്ടിഫിക്കേഷൻ 16-ാം തീയതി വന്നിട്ടുണ്ടായിരുന്നു, 17-ാം തീയതി. ഇമ്പോർട്ടന്റ് ഡേറ്റ്സ് അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. എന്താണ് മെയിൻസ് എക്സാമിനേഷൻ എത്ര ദിവസമുണ്ട്, പ്രിലിംസിന് എത്ര ദിവസമുണ്ട്, ഇങ്ങനെയുള്ള കേസസ് ഒക്കെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, 16th ഡിസംബറിൽ വന്ന നോട്ടിഫിക്കേഷൻ ആണ്. 17th ഡിസംബർ മുതൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമായിരുന്നു. 7th ജാനുവരി ആണ് ലാസ്റ്റ് ഡേറ്റ്. സോ ഡിസംബറിൽ തന്നെ അപ്ലൈ ചെയ്യാം. പ്രിലിംസ് എക്സാമിനേഷൻ വരുന്നത് ഫെബ്രുവരിയിലാണ്. അപ്പം നമുക്ക് ഡിസംബറിൽ ഇനി കുറച്ച് ദിവസങ്ങൾ കൂടെ ഉള്ളൂ. ജനുവരി ഒരു ഫുൾ മന്ത് 31 ഡേയ്സ് നമ്മുടെ കയ്യിലുണ്ട്. ജനുവരി ഒരു 31 ദിവസം നമ്മുടെ കയ്യിലുണ്ട്. അതുപോലെ ഡിസംബറിൽ കഴിഞ്ഞിട്ടില്ല, ഒരു 10 ഡേയ്സ് എന്തായാലും നമുക്ക് ഡിസംബറിലും പഠിക്കാനായിട്ട് ആപ്ലിക്കേഷൻ ഒക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്താൽ അത്രയും നല്ലത്. ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്താൽ നിങ്ങൾക്ക് അത്രയും ഡേയ്സ് കിട്ടും. എന്തായാലും ഒരു 15 ദിവസം കൂടെ നിങ്ങൾക്ക് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഒരു 46 ഡേയ്സ് എന്തായാലും മിനിമം 46 ദിവസത്തിൽ കൂടുതൽ കിട്ടുന്നെങ്കിലുള്ളൂ നമുക്ക് പ്രിപ്പറേഷന് വേണ്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫെബ്രുവരി കഴിഞ്ഞിട്ട് മാർച്ച് ഏപ്രിൽ മന്തിൽ, അപ്പം മാർച്ച് അവസാനം ഏപ്രിൽ ആദ്യമായിട്ട് തന്നെ നമ്മുടെ SBI ക്ലർക്കിന്റെ മെയിൻസ് എക്സാമിനേഷന് പ്രതീക്ഷിക്കാം. അപ്പൊ നമുക്ക് എന്താണ് പ്രിലിംസിനും മെയിൻസിനും എക്സാമിനേഷനുള്ള ഡിഫറൻസ് നോക്കാം. അതിന് മുമ്പ് 20 വയസ്സ് മുതൽ 28 വയസ്സ് വരെ ഉള്ളവർക്കാണ് ഈ എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ SC ST ആണെങ്കിൽ 5 years ഏജ് റിലാക്സേഷൻ ഉണ്ട്. OBC ആണെങ്കിൽ 3 വർഷത്തെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. അതുപോലെ എസെൻഷ്യൽ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ നിങ്ങളത് ശ്രദ്ധിക്കുക. അതായത് 31/12/2024 ഡിസംബർ 31-ന് മുന്നേ നിങ്ങൾ ക്വാളിഫൈഡ് ആയിരിക്കണം കേട്ടോ. അതായത് പാസ് ആയവർക്കും അപ്ലൈ ചെയ്യാം എക്സാം. അതായത് ഫൈനൽ ഇയർ അല്ലെങ്കിൽ ഫൈനൽ സെമസ്റ്ററിലുള്ളവർക്കും അപ്ലൈ ചെയ്യാം. അപ്പൊ ചോദിക്കും ഫൈനൽ ഇയർ ആണ് ഞാൻ അപ്ലൈ ചെയ്തു, അപ്പം എന്താണ് കേസ്, എന്തെങ്കിലും കണ്ടീഷൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ കണ്ടീഷൻ ഉണ്ട്. ആ ഗ്രാജുവേഷൻ എക്സാമിനേഷൻ എന്തിനു മുന്നേ പാസ്സായിരിക്കണം? 31/12/2024 മുന്നേ ആയിട്ട് നിങ്ങൾ അതിന്റെ പാസ് ആയിട്ടുള്ള എക്സാമിനേഷൻ പ്രൂഫ് നിങ്ങളുടെ കയ്യിൽ കിട്ടണം. അതായത് നിങ്ങളുടെ റിസൾട്ട് എല്ലാം വന്ന് ഒരു പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് എങ്കിലും പ്രൊഫഷണലി എങ്കിലും നിങ്ങൾ ഈ 31/12 മുന്നേ ആയിട്ട് നിങ്ങൾ സെലക്ടഡ് ആയിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ഈ സെലക്ഷൻ പ്രോസസ് എന്ന് പറഞ്ഞാൽ നമുക്ക് മെയിൻ ആയിട്ട് 2 സ്റ്റേജസ് ആണുള്ളത് സെലക്ഷൻ പ്രോസസ്സിൽ. അതുപോലെ തന്നെ പ്രിലിമിനറി എക്സാമിനേഷനും മെയിൻ എക്സാമിനേഷനാണ് മെയിൻ ആയിട്ടുള്ള 2 സ്റ്റേജസ്. മാത്രമല്ല ഒരു മെയിൻ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, ടെസ്റ്റ് ഓഫ് സ്പെസിഫൈഡ് ഓപ്റ്റഡ് ലോക്കൽ ലാംഗ്വേജ് ഉണ്ട്. അതായത് നിങ്ങൾ ഏത് ലോക്കൽ ലാംഗ്വേജ് ആണ് ഓപ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ കേരളത്തിലുള്ളൊരു മലയാളമാണ് ലോക്കൽ ലാംഗ്വേജ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അതിന്റെ ഒരു ടെസ്റ്റ്, അത് വലിയ സീനില്ല. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ 10th സർട്ടിഫിക്കറ്റ് ആണ് നമ്മൾ ആ ലാംഗ്വേജ് പഠിച്ചിട്ടുള്ളതിനുള്ള പ്രൂഫ്. 10ാം ക്ലാസ് വരെ നമ്മൾ മലയാളം പഠിച്ചിട്ടുണ്ട് എന്നുള്ള പ്രൂഫ് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ തന്നെ അതിന്റെ ലോക്കൽ ലാംഗ്വേജിന്റെ സർട്ടിഫിക്കറ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ലാംഗ്വേജ്, അതായത് നമുക്ക് എഴുതാനും വായിക്കാനും അറിയാവോ, സംസാരിക്കാൻ അറിയാവോ, അതാണ് ഈ ലോക്കൽ ലാംഗ്വേജ് ടെസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് തമിഴ്നാട്ടിൽ പോയി എക്സാം അപ്ലൈ ചെയ്യണമെങ്കിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് തമിഴ് എഴുതാനും വായിക്കാനും സംസാരിക്കാനും അറിഞ്ഞിരിക്കണം. അതുപോലെ ഓരോ സ്റ്റേറ്റിലും നിങ്ങൾ അപ്ലൈ ചെയ്യണമെങ്കിൽ അതിന്റെ ലോക്കൽ ലാംഗ്വേജ് നിങ്ങൾ
സ്പെസിഫൈഡ് ലോക്കൽ ലാംഗ്വേജ് നിങ്ങൾ ടെസ്റ്റ് പാസ് ആവണം. അതിന് വേണ്ടിയിട്ട് ആ ടെസ്റ്റ് വെച്ചിരിക്കുന്നത്. അതായത് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ളിടത്ത് പോയി എക്സാം എഴുതാനുള്ള ഓപ്ഷൻ ഇല്ല. ലാംഗ്വേജ് അറിയാവുന്നവർക്ക് മാത്രമേ. കാരണം ബാങ്കിൽ വർക്ക് ചെയ്യുന്ന ഒരു സെയിൽസ് ആണല്ലോ നമ്മുടെ ക്ലറിക്കൽ പോസ്റ്റ് എന്ന് പറയുമ്പോൾ സെയിൽസ് ആൻഡ് എക്സിക്യൂട്ടീവ് ജൂനിയർ അസോസിയേറ്റ്സ് അല്ലേ. അപ്പൊ അവിടുത്തെ ലോക്കൽ ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് നമുക്ക് ഇന്ററാക്ട് ചെയ്യേണ്ടി വരും. അപ്പൊ കമ്മ്യൂണിക്കേഷൻ പ്രശ്നം വരാൻ പാടില്ല. അതുകൊണ്ടാണ് ആ ലോക്കൽ ലാംഗ്വേജ് അറിയണമെന്ന് ഇത്രയും നിർബന്ധമുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ പ്രിലിംസ് എക്സാമിനേഷൻ വരുന്നത് 3 ടെസ്റ്റുകളാണ്. ഇംഗ്ലീഷിൽ ഒരു ടെസ്റ്റ് ഉണ്ട്, ന്യൂമറിക്കൽ എബിലിറ്റിയുടെ ഒരു ടെസ്റ്റ് ഉണ്ട്, റീസണിങ് എബിലിറ്റിയുടെ ഒരു ടെസ്റ്റ് ഉണ്ട്. അങ്ങനെയാണ് നമ്മുടെ എക്സാം വരുന്നത്. ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണെങ്കിലും ന്യൂമറിക്കൽ എബിലിറ്റി ആണെങ്കിലും റീസണിങ് എബിലിറ്റി ആണെങ്കിലും ലോക്കൽ ലാംഗ്വേജ് ഏതാണെങ്കിലും നമ്മുടെ എക്സാം ഇംഗ്ലീഷിൽ തന്നെയായിരിക്കും കേട്ടോ. ഏത് ലാംഗ്വേജ് ആണ് നിങ്ങൾ ലോക്കൽ ലാംഗ്വേജ് സെലക്ട് ചെയ്തെന്നുള്ളത് ഒരു പാർട്ടല്ല. ഇംഗ്ലീഷ് ലാംഗ്വേജിലായിരിക്കും നമ്മുടെ എല്ലാ എക്സാമിന്റെയും മീഡിയം ഓഫ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ആയിരിക്കും. ഇംഗ്ലീഷിൽ 30 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. 30 ക്വസ്റ്റിന് 30 മാർക്കാണ് നമുക്ക് ഉള്ളത്. അതുപോലെ ന്യൂമറിക്കൽ എബിലിറ്റി 35 ക്വസ്റ്റ്യൻ ഉണ്ട്, 35 മാർക്കാണ്. റീസണിങ് എബിലിറ്റി 35 ക്വസ്റ്റ്യൻ ഉണ്ട്, 35 മാർക്കാണ്. അപ്പൊ ഒരു ക്വസ്റ്റിന് 1 മാർക്കാണ് പാസ് ആകുമ്പോൾ കിട്ടുന്നത് അല്ലെ. ഒരു ക്വസ്റ്റിന് 1 മാർക്കാണ് പാസ് ആകുമ്പോൾ കിട്ടുന്നത്. അപ്പൊ 20 മിനിറ്റ്സ് ആണ് എക്സാമിന്റെ ഡ്യൂറേഷൻ ഓരോ ടെസ്റ്റിനും. അതായത് നമ്മുടെ മറ്റ് SSC പോലുള്ള റെയിൽവേ പോലുള്ള എക്സാം കണക്കല്ല. ബാങ്കിന്റെ ചില എക്സാമുകൾക്കൊക്കെ സെക്ഷണൽ ടൈമിംഗ് ഉണ്ട്. എന്താ സെക്ഷണൽ ടൈമിംഗ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ലാംഗ്വേജിന് ഒരു 20 മിനിറ്റ് അലോട്ട് ചെയ്തിട്ടുണ്ട്. ആ 20 മിനിറ്റ്സിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാം. 20 മിനിറ്റ്സിൽ ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണം. അത് കഴിഞ്ഞ് ഇംഗ്ലീഷ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. ദെൻ ന്യൂമറിക്കൽ എബിലിറ്റിയുടെ 35 ക്വസ്റ്റ്യൻസിനും 20 മിനിറ്റ്സ് ആണുള്ളത്. ആ 20 മിനിറ്റ്സിനുള്ളിൽ ന്യൂമറിക്കൽ എബിലിറ്റി അറ്റൻഡ് ചെയ്യണം. അതുപോലെ റീസണിങ്ങിന് 35 ക്വസ്റ്റ്യൻസ് 35 മാർക്കാണ്. 20 മിനിറ്റ്സിനുള്ളിൽ തന്നെ റീസണിങ് എബിലിറ്റി. അതായത് ടൈം ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 30 മാർക്കേ ഉള്ളൂ ഇംഗ്ലീഷ് എങ്കിലും 20 മിനിറ്റ് സമയമുണ്ട്. പക്ഷെ ന്യൂമറിക്കൽ എബിലിറ്റി 35 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിലും 20 മിനിറ്റ് ടൈം ഉള്ളൂ. അതുപോലെ റീസണിങ് എബിലിറ്റിയും 35 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിലും 20 മിനിറ്റ് ടൈം ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മുടെ സെക്ഷണൽ ടൈമിംഗ് ഉണ്ടായിട്ട് ഇപ്പൊ SSC പോലുള്ള അല്ലെങ്കിൽ റെയിൽവേ പോലുള്ള എക്സാംസ് ആണെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് പെട്ടെന്ന് നോക്കിയിട്ട് ഒരു 10 മിനിറ്റ് അല്ലെ 15 മിനിറ്റിനകത്ത് നിർത്തിയിട്ട് ആ 5 മിനിറ്റ് നമുക്ക് മാത്സിനോ റീസണിങ്ങിനോ യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ യൂസ് ചെയ്യാനായിട്ട് ഇവിടെ പറ്റില്ല. അതാണ് ഒരു മെയിൻ ആയിട്ടുള്ള കാര്യം. There will be a negative mark for wrong answers. Negative marking ഉണ്ട്. 1/4 of the mark assigned for the question will be deducted for each wrong answer. ഒരു തെറ്റായ ആൻസറിന് ഒരു 1/4 മാർക്ക് നിങ്ങൾക്ക് ഡിഡക്ട് ആവുന്നതായിരിക്കും. ഓക്കെ. ദെൻ നമ്മുടെ മെയിൻസ് എക്സാമിനേഷൻ വരുമ്പോഴത്തേക്കും ജനറൽ ഫിനാൻഷ്യൽ അവയർനെസ് എന്ന് പറഞ്ഞൊരു ടെസ്റ്റും കൂടെ ഉണ്ട്. ബാക്കി എല്ലാം സെയിം പ്രിലിംസിനുള്ളത് തന്നെ. ജനറൽ ഇംഗ്ലീഷ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, റീസണിങ് എബിലിറ്റി ആൻഡ് കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ് തന്നെയാണ് നമുക്കുള്ളത്. അതാണ് മെയിൻസ് എക്സാമിനേഷൻ വരുന്നത്. ഇനി നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് പറഞ്ഞാൽ ജനറൽ ഫിനാൻഷ്യൽ അവയർനെസ്സിന് 50 ക്വസ്റ്റ്യൻ ആണ്. ഒരു ക്വസ്റ്റ്യൻ 1 മാർക്കാണ്. 50 മാർക്കിന്റെ ആണ്. അതിന് ഡ്യൂറേഷൻ ഉണ്ട്. സെക്ഷണൽ ടൈമിംഗ് ഉണ്ട്. 35 മിനിറ്റ് നമുക്ക് സമയമുണ്ട്. അതുപോലെ ഇംഗ്ലീഷിന് 40 ക്വസ്റ്റ്യൻ ആണ്. 40 മാർക്കാണ്. അവിടെയും നമുക്ക് 35 മിനിറ്റ് ടൈം ഉണ്ട്. ഇവിടെ 50 ക്വസ്റ്റ്യൻ ആണ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് കിട്ടുന്നത്. 50 മാർക്ക്. ഈ 50 മാർക്കിന് നമുക്ക് 45 മിനിറ്റ് ടൈം ഉണ്ട് കേട്ടോ. 45 മിനിറ്റ് ടൈം ഉണ്ട്. അതുപോലെ റീസണിങ് എബിലിറ്റിക്ക് 50 ക്വസ്റ്റ്യൻ ഉണ്ട്. പക്ഷെ 60 മാർക്കാണ്. ചില ക്വസ്റ്റ്യൻസിന് എക്സ്ട്രാ മാർക്ക് ഉണ്ട്. അതുകൊണ്ടാണ് ഡ്യൂറേഷൻ 45 മിനിറ്റ് ആണ്. അങ്ങനെ 2 മണിക്കൂർ 40 മിനിറ്റിന്റെ ആണ് നമ്മുടെ മെയിൻസ് എക്സാമിനേഷൻ. മെയിൻസ് എക്സാമിനേഷൻ പെട്ടെന്ന് പോയി പെട്ടെന്ന് എഴുതിയിട്ട് വരാനൊന്നും പറ്റില്ല. 2 മണിക്കൂർ 40 മിനിറ്റ് ആണ് നമുക്ക് ടൈമിംഗ് ഉള്ളത്. അതുപോലെ ഓരോ ടെസ്റ്റിനും സെപ്പറേറ്റ് ടൈമിംഗ് ഉണ്ട്. പക്ഷെ സെപ്പറേറ്റ് മാർക്സ് പറയുന്നില്ല കേട്ടോ. ഈ ക്വാളിഫൈങ് ആയി ഇംഗ്ലീഷിന് ഇത്ര മാർക്ക് കിട്ടിയാലേ ക്വാളിഫൈ ആവും, അല്ലെങ്കിൽ കോണ്ടിന് എത്ര മാർക്ക് സ്കോർ ചെയ്യണം ക്വാളിഫൈ ആവും, അങ്ങനെ ഒരു എക്സ്ട്രാ മാർക്ക് പ്രിലിംസിന് മെയിൻസിനൊന്നും പറയുന്നില്ല കേട്ടോ. അപ്പൊ നമുക്ക് ഇനി നമ്മുടെ എക്സാമിന്റെ ഒരു പ്രിപ്പറേഷനിലേക്ക് പോവാം. ഇപ്പൊ നമ്മൾ എന്തായാലും ഇനി നമുക്കുള്ള ടൈം ആ സമയത്ത് ബാങ്കിങ് അവയർനെസ്സോ കറണ്ട് അഫയേഴ്സോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പഠിക്കാനായിട്ട് സ്പെൻഡ് ചെയ്യേണ്ട. നമുക്ക് ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ടൈം പ്രിലിംസ് എങ്ങനെ പാസ്സാവും. പ്രിലിംസ് കയറിയിട്ടാണല്ലോ മെയിൻസ് ഉള്ളത്. പ്രിലിംസിനുള്ള ടോപ്പിക്സ് കുറെ മെയിൻസിലും ഉണ്ടല്ലോ. അപ്പം അത് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ഇനി നോട്ടിഫിക്കേഷൻ വന്നു, ഇനി ഒരു 1 മന്തേ നമുക്ക് ടൈം ഉള്ളൂ, എങ്ങനെ പ്രിലിംസ് പാസ്സാവാൻ പറ്റും, അതാണ് ഇനി കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. പ്രിലിംസിന്റെ എക്സാം കഴിഞ്ഞ അന്ന് മുതൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം മെയിൻസിന്റെ എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ. അതായത് കൂടുതൽ വെയിറ്റേജ് നമ്മുടെ ബാങ്കിങ് അവയർനെസ്സിനൊക്കെ കുറച്ച് സമയം എക്സ്ട്രാ ടൈം സ്പെൻഡ് ചെയ്ത് മറ്റു സബ്ജക്റ്റുകൾക്ക് അതിനനുസരിച്ച് ടൈം കുറയ്ക്കാമല്ലോ. കാരണം നമ്മൾ അത്ര രീതിയിൽ നല്ല മോക്ക് ടെസ്റ്റുകൾ മാത്രം എഴുതി പ്രാക്ടീസ് ചെയ്താൽ മതിയാവും. ഓരോ ടോപ്പിക് വൈസ് പഠിക്കേണ്ടി ഒന്നും വരില്ലല്ലോ. അപ്പൊ ആ രീതിയിൽ നിങ്ങൾക്ക് അത് സിസ്റ്റമാറ്റിക് ആക്കാനായിട്ട് പറ്റും. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 3 സബ്ജക്ട്സേ ഉള്ളൂ. SBI ക്ലർക്ക് പ്രിലിംസ്. അതായത് ഒരുപാട് ടോപ്പിക്സ് ഒന്നും കവർ ചെയ്യേണ്ട കാര്യമില്ല. ഒരുപാട് ഏരിയ കവർ ചെയ്യാനില്ല നമുക്ക്. ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉണ്ട്, ന്യൂമറിക്കൽ എബിലിറ്റി ഉണ്ട്, റീസണിംഗ് ഉണ്ട്. 3 ടോപ്പിക്സേ ഉള്ളൂ.
അപ്പൊ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നിന്ന് നമുക്കൊരു 30 ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. സെക്ഷണൽ മാർക്സ് ഒന്നുമില്ല, നമുക്ക് 20 മിനിറ്റ്സ് ഇംഗ്ലീഷിനുണ്ട്, 30 ക്വസ്റ്റ്യൻ ഉണ്ട്, 30 മാർക്ക് ഉണ്ട്. സോ അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് സ്കോർ ചെയ്യാൻ എന്ത് ചെയ്യണം? ന്യൂമറിക്കൽ എബിലിറ്റി 35 ക്വസ്റ്റ്യൻ എങ്ങനെ സ്കോർ ചെയ്യാം, റീസണിങ് എങ്ങനെ സ്കോർ ചെയ്യാം, ഇതായിരിക്കണം നമ്മൾ ഇനി ചിന്തിക്കേണ്ട കാര്യം. സെക്ഷണൽ കട്ട് ഓഫ് ഒന്നും ഇല്ല. അപ്പം നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത്, ഇപ്പൊ മാത്സ് ഈസി ആയിട്ടുള്ളവർ മാത്സ് ഫുൾ സ്കോർ ചെയ്യാൻ ട്രൈ ചെയ്യാം, ഇംഗ്ലീഷ് ഈസി ആയിട്ടുള്ളവർ ഇംഗ്ലീഷ് ഫുൾ സ്കോർ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാം. അങ്ങനെ കട്ട് ഓഫ് ക്ലിയർ ചെയ്യാനും പറ്റും. സെക്ഷണൽ കട്ട് ഓഫ് ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ഒരു യൂസ് ഉണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ഇനിയിപ്പം ഫെബ്രുവരിയിലാണ് എക്സാം ഉള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞ അനുസരിച്ച് ഒരു 45 ദിവസം, നമുക്കൊരു 45 ഡേയ്സ് വെച്ചിട്ട് നമുക്ക് നോക്കാം. ഒരു 45 ഡേയ്സിന്റെ സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്യാം. സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്ത് തന്നെ പഠിക്കാം. സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്ത് തന്നെ പഠിക്കാം. അപ്പൊ 45 ദിവസം നിങ്ങളുടെ മുന്നിലുണ്ട്. ഇനി SBI ക്ലർക്കാണ് ആദ്യമായിട്ട് ബാങ്ക് എക്സാം എഴുതുവാണ്, SBI ക്ലർക്കിന്റെ എക്സാം ആണ് എഴുതുന്നത് എന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ വെയിറ്റേജ്, മാർക്ക് വെയിറ്റേജ് നോക്കിയിട്ട് ആ ടോപ്പിക്സുകൾ മാത്രം പഠിച്ചു പോവുക എന്നുള്ളതാണ് ഒരു പോസിബിലിറ്റി നമുക്ക് ഒരു ഇത് കിട്ടാനായിട്ട്, പ്രിലിംസ് ക്ലിയർ ആയിട്ട് കിട്ടാനായിട്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഫസ്റ്റ് ബിഗിനേഴ്സിന്റെ കാര്യമല്ല പറയുന്നത്, കുറച്ച് എക്സാം പ്രിപ്പയർ ചെയ്ത് 1-2 ബാങ്ക് എക്സാംസ് ഒക്കെ എഴുതി, അതായത് നമ്മുടെ ഈ ജൂൺ ടു ഡിസംബർ ആണല്ലോ ബാങ്ക് എക്സാമിന്റെ സീസൺ. അപ്പൊ ഇപ്പൊ നമുക്ക് IBPS കഴിഞ്ഞു, IBPS ക്ലർക്ക്, IBPS PO ഒക്കെ കഴിഞ്ഞു. അപ്പൊ അതൊക്കെ എഴുതി ജസ്റ്റ് ഒന്ന് പരിചയമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ എക്സാം പാറ്റേൺ അറിയാം അല്ലെ, എക്സാം പാറ്റേൺ അറിയാം, ഓരോ ടോപ്പിക്കിനകത്തുനിന്നും ഏതൊക്കെയാണ് ചാപ്റ്റേഴ്സ് ഉള്ളത്, സിലബസ് നന്നായിട്ട് അറിയണം അല്ലെ, സിലബസും അറിയണം, എക്സാം പാറ്റേണും അറിയണം. അപ്പൊ സിലബസ് അറിയാം, എക്സാം പാറ്റേണും അറിയാം, സിലബസും അറിയാം, എക്സാം പാറ്റേണും അറിയാമെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ മാത്സ് ആണ് നിങ്ങൾ പഠിക്കാൻ എടുക്കുന്നത്, മാത്സ് ആണ് പഠിക്കാൻ എടുക്കുന്നത്. അപ്പൊ ഡെയിലി നിങ്ങൾക്ക് 2 സബ്ജക്ട്സ് വെച്ച് സെലക്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾ ഡേ 1 സെലക്ട് ചെയ്യുവാണ്, മാത്സ് ആണ് സെലക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഡേ 1 നിങ്ങൾക്ക് ഒരു ഹാഫ് അവേഴ്സ്, ഒരു 3 അവേഴ്സ് മാത്സ് പഠിക്കാം, ഒരു 3 അവേഴ്സ് നിങ്ങൾക്ക് റീസണിങ്ങിന് സ്പെൻഡ് ചെയ്യാം. ഇതൊക്കെ വർക്ക്ഔട്ട് ചെയ്ത് പഠിക്കേണ്ട സബ്ജക്റ്റുകളായിട്ട് 3 മണിക്കൂർ വെച്ച് സെറ്റ് ചെയ്തു. അതുപോലെ ഒരു 2 അവർ ഇംഗ്ലീഷിലും സ്പെൻഡ് ചെയ്യാം. അതായത് 8 അവേഴ്സ് നിങ്ങൾക്ക് പഠിത്തത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യാം. പിന്നീട് ഓരോ വീക്കിലും റിവിഷൻസും പ്ലാൻ ചെയ്യണം കേട്ടോ. ഇപ്പൊ ഡേ 1 ഇങ്ങനെയാണ് നിങ്ങൾ സ്പെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഡേ 1 ഇങ്ങനെ സ്പെൻഡ് ചെയ്യാം, മാത്സ് 3 മണിക്കൂർ, റീസണിങ് 3 മണിക്കൂർ, ഇംഗ്ലീഷ് 3 മണിക്കൂർ. അപ്പൊ മാത്സിൽ നിങ്ങൾ സിംപ്ലിഫിക്കേഷൻ ആൻഡ് അപ്രോക്സിമേഷൻ ആണ് പഠിക്കുന്നത് വെച്ചാൽ, സിംപ്ലിഫിക്കേഷൻ ആൻഡ് അപ്രോക്സിമേഷൻ കിട്ടിയാൽ 5 മാർക്കാണ് അല്ലെ, കിട്ടിയാൽ 5 മാർക്ക് ഉറപ്പായിട്ടുള്ള ഒരു ഏരിയ ആണ്. 3 മണിക്കൂർ മതിയാവും നിങ്ങൾക്ക് ഇതൊന്ന് പഠിച്ച് സെറ്റ് ആക്കി എടുക്കാനായിട്ട്. അപ്പൊ ബിഗിനേഴ്സ് ആണെങ്കിൽ പോലും ആ ഒരു ഡേ 1 സിംപ്ലിഫിക്കേഷൻ ആൻഡ് അപ്രോക്സിമേഷൻ പഠിക്കുക. ഒരു 5 മാർക്സിന്റെ ക്വസ്റ്റൻ ആണ്, 3 മണിക്കൂർ കൊണ്ട് നിങ്ങൾ സ്കോർ ചെയ്യാൻ പോണത്. അപ്പൊ അത് നന്നായിട്ട് പഠിക്കുക. ഇനി ബിഗിനേഴ്സ് ആണെങ്കിൽ അത് പഠിക്കുക, എന്നിട്ട് വർക്ക്ഔട്ട് ചെയ്യാനുള്ള എക്സ്ട്രാ ടൈം, ഈ 8 മണിക്കൂർ പോരാ, ബിഗിനേഴ്സ് ആണെങ്കിൽ 8 മണിക്കൂർ പോരാ. ഓക്കെ, എക്സ്ട്രാ ടൈം ഇതിന് വർക്ക്ഔട്ട്സിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുക. അതായത് രാവിലെ 4 മണി തൊട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യും, 4 മണി മുതൽ 7 മണി വരെയൊക്കെ സിംപ്ലിഫിക്കേഷൻ ആൻഡ് അപ്രോക്സിമേഷൻ, അല്ലെങ്കിൽ ശരി നിങ്ങൾ 5 to 8 പഠിച്ചു കഴിഞ്ഞിട്ട് ഒരു 1 അവർ ബ്രേക്ക് എടുത്തിട്ട് ഒരു 9 to 10 അതിന്റെ വർക്ക്ഔട്ട്സ് ചെയ്ത് നോക്കുക. പിന്നെ വീണ്ടും 11 to 1 നമ്മുടെ റീസണിങ് നോക്കുക, പിന്നെ ഒരു 1 അവർ അതിന്റെ വർക്ക്ഔട്ടിന് എടുക്കുക. പിന്നെ ഈവനിങ് ഇംഗ്ലീഷ് പഠിക്കുക, ഒരു 2 മണിക്കൂർ, 4 to 6 ഇംഗ്ലീഷ് പഠിക്കുക, അതിനൊരു 1 അവർ വർക്ക്ഔട്ട് സെക്ഷന് വേണ്ടി എടുക്കുക. എന്നിട്ട് നോക്കും എഴുതാൻ നോക്കുക. ബിഗിനേഴ്സിന്റെ അത്രയും ടൈം ബിഗിനേഴ്സ് സ്പെൻഡ് ചെയ്താലേ നിങ്ങൾക്ക് SBI ക്ലർക്ക് കയറാനായിട്ട് പറ്റത്തുള്ളൂ കേട്ടോ. കയറാൻ പറ്റുമോ ഇല്ലയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രമാത്രം ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ, അത്രമാത്രം ഒന്ന് ഹാർഡ് വർക്ക് ചെയ്താൽ, ഹാർഡ് വർക്ക് ആണ് എൻ്റെ ഒരു പിറകിലുള്ള ഒരു സീക്രട്ട് എന്ന് പറയുന്നത്. അപ്പൊ 8 അവേഴ്സിന് പകരം നിങ്ങൾ ഒരു പക്ഷേ ഒരു 12 അവേഴ്സ് പ്ലസ് പഠിക്കേണ്ടി വരും, അതാണ് വ്യത്യാസം. അപ്പം കുറച്ച് പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് ആദ്യം ഒരു 8 അവേഴ്സ് വെച്ചിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം, ഒരു പ്രശ്നമില്ല. ഡേ 2 ഇപ്പൊ ഡേ 2 ഇപ്പൊ മാത്സിന്റെ ടോപ്പിക്സ്, അതുപോലെ റീസണിംഗിൽ ഒരു ടോപ്പിക് എടുക്കാം, ഇംഗ്ലീഷിൽ നിന്ന് ഒരു ടോപ്പിക് എടുക്കാം, അങ്ങനെ പ്രിപ്പയർ ചെയ്യാം. അങ്ങനെ ഒരു ഡേ 2 നിങ്ങൾ വിചാരിക്കുന്ന മിസ്സിംഗ് നമ്പർ സീരീസ്, മിസ്സിംഗ് നമ്പേഴ്സും റോങ് നമ്പേഴ്സും മിസ്സിംഗ്, കാരണം അതും എന്തുണ്ട്, മിസ്സിംഗ് റോങ് നമ്പർ സീരീസ് പഠിച്ചു കഴിഞ്ഞാൽ 5 മാർക്ക് കിട്ടുന്ന ഏരിയ ആണ്. അങ്ങനെ ഒരു ഡേ 3 ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് അങ്ങനത്തെ രീതിയിൽ മാത്സ് സെറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഒരു 10 ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള മിസ്സിംഗ്, സിംപ്ലിഫിക്കേഷൻ ആൻഡ് അപ്രോക്സിമേഷൻ, മിസ്സിംഗ് ആൻഡ് റോങ് നമ്പേഴ്സ്, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ, ഇങ്ങനെയുള്ള ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ടോപ്പിക്, ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഏരിയാസ് മാത്സിനും റീസണിംഗും കവർ ചെയ്ത് 10 ദിവസം കൊണ്ട് തീർക്കാം. ബാക്കിയുള്ള അരിത്തമെറ്റിക് സെക്ഷൻസിന് 10 ദിവസം കൊണ്ട് ബാക്കിയുള്ള അരിത്തമെറ്റിക് സെക്ഷൻസ് വർക്ക്ഔട്ട് ചെയ്യാം. ഇനി ഡേ 20 കഴിഞ്ഞ ഉടനെ, ഡേ 20 20 ദിവസം കഴിഞ്ഞ ഉടനെ നമുക്ക് 45 ദിവസം ഉണ്ട് ബാക്കിയുള്ള
എത്ര ദിവസം ഉണ്ട്? 25 ഡേയ്സ് ഉണ്ട്. ബാക്കിയുള്ള 25 ഡേയ്സിലും ഒരു 2 മോക്ക് ടെസ്റ്റ് വെച്ച് മിനിമം ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. 2 മോക്ക് ടെസ്റ്റ് മിനിമം പ്രാക്ടീസ് ചെയ്യണം. കൂടാതെ ആ 25 ഡേയ്സിലും റിവിഷൻസും വേണം. 25 ഡേയ്സിലും റിവിഷൻസ് വേണം. കാരണം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വെയിറ്റേജ് ഉള്ള ടോപ്പിക്സുകളെല്ലാം പഠിക്കാനാണ് കുറച്ച് ഇങ്ങനെ റിലാക്സ് ചെയ്ത്. പിന്നെ ലാസ്റ്റ് 10 ഡേയ്സിൽ നിങ്ങൾ മോക്ക് ടെസ്റ്റുകളുടെ എണ്ണം കൂട്ടിയാൽ നല്ലതായിരിക്കും. പിന്നെ പ്രത്യേകിച്ച് പഠിക്കാനൊന്നും എടുക്കാതെ മാക്സിമം മോക്ക് ടെസ്റ്റ് ചെയ്ത് അതിന്റെ അനാലിസിസ് നോക്കാം. മോക്ക് ടെസ്റ്റ് ചെയ്തത് ഇംഗ്ലീഷിന് എത്ര സ്കോർ ചെയ്തു, അതിൽ എന്ത് ഇംപ്രൂവ്മെന്റ് ചെയ്യാൻ പറ്റും, മാത്സിൽ എത്ര സ്കോർ ചെയ്തു, ഏത് ചാപ്റ്റർ ആണ്, മിസ്സിംഗ് നമ്പേഴ്സ് എന്നാണ് പോയത്, അല്ലെങ്കിൽ ക്വാഡ്രാറ്റിക് എന്നാണ് പോയത്, അല്ലെങ്കിൽ ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ എന്നാണ് പോയത്, അതൊരു അനാലിസിസ് നടത്തി വീണ്ടും എന്ത് ചെയ്യാം, റിവൈസ് ചെയ്ത് പഠിക്കുക. അങ്ങനെ ഇംപ്രൂവ് ചെയ്യാം. അങ്ങനെ ഇംപ്രൂവ് ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾക്ക് SBI ക്ലർക്കിലോട്ടുള്ള ദൂരം കുറഞ്ഞു വരും. ഇതാണ് എക്സാമിന്റെ ഒരു സ്റ്റഡി പ്ലാൻ, ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ. ഒരു ടോപ്പിക് വൈസ് ആയിട്ട് ഞാനിപ്പോ പറയുന്നില്ല, കാരണം നിങ്ങൾക്ക് തന്നെ സെറ്റ് ചെയ്യാം. നിങ്ങൾക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള മാത്സ് ഈസി ആണെന്നുള്ളവർക്ക് മാത്സിന്റെ ടൈമിംഗ് ഒന്ന് കുറച്ചിട്ട് ഇംഗ്ലീഷിനോ റീസണിങ്ങിനോ ടൈം കൂട്ടാം. അപ്പൊ അവരവർക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ഇൻഡിവിജ്വലി നിങ്ങൾ തന്നെ പ്രിപ്പയർ ചെയ്യാം. ഒരു 30 ദിവസത്തെ സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്തിട്ട് പഠിക്കാനിരിക്കാം. ഡേ 1 എന്തൊക്കെ പഠിക്കണം, എത്ര മണിക്കൂർ പഠിക്കണം, എത്ര മോക്ക് ടെസ്റ്റ് എഴുതണം, എത്ര മോക്ക് ടെസ്റ്റുകൾ അനാലിസിസ് നടത്താനുണ്ട്, അതെല്ലാം. അതുപോലെ തന്നെ ഓരോ വീക്ക് ഇപ്പൊ ഡേ 1 to 6 പഠിച്ചിട്ട് നെക്സ്റ്റ് ഡേ 7 നിങ്ങൾ അതിന്റെ എല്ലാം റിവിഷൻ ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യാം കേട്ടോ. ഓരോ വീക്ക് മൺഡേ ടു സാറ്റർഡേ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ട് സൺഡേ വേണമെങ്കിൽ ഒരു റെസ്റ്റ് ഡേ ആക്കാം. അതിൽ ഒരു 1-2 മണിക്കൂർ ഒരു റിവിഷനും സെറ്റ് ചെയ്യാം. അതായത് മറ്റ് എക്സാമുകളെ കണ്ടിട്ട് ഒരുപാട് വാസ്റ്റ് ആയിട്ട് നമുക്ക് പഠിക്കാൻ ഏരിയാസ് ഇല്ല, വളരെ കുറച്ചേ ഉള്ളൂ. ഒരു നല്ലൊരു ബൗണ്ടറിക്ക് അകത്ത് നിൽക്കുന്ന കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ബൗണ്ടറിക്ക് പുറത്തുനിന്ന് ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ കുറവായിട്ടായിരിക്കും വരുന്നത്. അപ്പൊ നമുക്ക് പർട്ടിക്കുലർ ഒരു ഏരിയ ഉണ്ട് പഠിക്കാനായിട്ട്. ആ ഏരിയ കറക്റ്റ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും റിസൾട്ട് കിട്ടും. അപ്പൊ ഇതുപോലെ ഡേ 1 ഡേ 2 എങ്ങനെ പഠിക്കണം, ഏതൊക്കെയാണ് എന്ന് ഷെഡ്യൂൾ ചെയ്യണം, അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ പറയുക. അങ്ങനെ ഒരു സ്റ്റഡി പ്ലാൻ ഞാൻ സെറ്റ് ചെയ്ത് തരാം. അപ്പം തൽക്കാലം നിങ്ങളിപ്പം നിങ്ങളുടേതായ രീതിയിൽ ഒരു സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്ത് ഇന്ന് മുതൽ തന്നെ പഠിച്ചു തുടങ്ങുക. ഈ സെക്കൻഡിൽ പഠിച്ചു തുടങ്ങുക, ജനുവരി 1 തൊട്ട്, ന്യൂ ഇയർ ആവട്ടെ അന്നോട്ട് പഠിച്ചു തുടങ്ങുക. അങ്ങനെ ഒന്നും വിചാരിക്കല്. റെസൊല്യൂഷൻ ഒക്കെ ഈ മൊമെന്റിലാണ് എടുക്കേണ്ടത്. നമ്മൾ എപ്പം ഒരു കാര്യം തീരുമാനിക്കണം, നമുക്ക് ഇന്നലെ തീരുമാനിക്കാൻ പറ്റില്ലല്ലോ, നമുക്ക് ഈ ഒരു മൊമെന്റിലല്ലേ തീരുമാനിക്കാൻ പറ്റുന്നത്. സോ ഡിസിഷൻ എടുക്കുക, വർക്ക് ചെയ്യുക. ഹാർഡ് വർക്ക് ചെയ്യുന്നവർക്ക് റിസൾട്ട് 100% ആണ്. നന്നായിട്ട് വർക്ക് ചെയ്യുക. താങ്ക് യു.